ഹലോ ഗായ്സ്, ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറയുന്നു. കപ്പ മൂവി, അതായത് സൂര്യ ഇപ്പോൾ തന്നെ അഭിനയിച്ചത് അടിപൊളി പടമാണ് കപ്പ മൂവി. സൂര്യൻ്റെ ആക്ടിംഗ് ഒക്കെ പക്ക ആക്ടിംഗ് ആണ്. പടം ഒരു സൂപ്പർ പടം തന്നെയാണ് കപ്പ മൂവി. കപ്പ മൂവി എന്ന് പറയുമ്പോൾ തന്നെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരു സിനിമയാണ്. അതായത് മനുഷ്യന് കഷ്ടം വരുമ്പോൾ മനുഷ്യൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കും, ആ ദൈവം വന്ന് നടത്തി കൊടുക്കും. പക്ഷെ ആ നടത്തി കൊടുക്കുന്നതിലാണ് കാണുന്നത് നല്ല രസം. ദൈവത്തിന്റെ ഒരു ശക്തി പോലും ഉപയോഗിക്കാൻ പാടില്ലെന്ന് വില്ലൻ പറയും. അന്ന് ഒരു ദൈവം ആ വാക്ക് പാലിച്ച് പോകും. പക്ഷേ അവിടെ ജയിക്കുന്നത് ദൈവമല്ല, മനുഷ്യനാണ് ജയിക്കുന്നത്. മനുഷ്യന്റെ സ്വാർത്ഥതയാണ് അവിടെ ജയിക്കാൻ കാരണം. നിയമത്തിന് പോരാട്ടത്തിൽ നടക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ ഇതിൽ മെയിൻ ക്യാരക്ടറിൽ ഇംബ്രൻസ്, അതേപോലെ തന്നെ മലയാള നടി കുറെ പേര് ആക്ടിംഗ് ഒക്കെ ഉണ്ട്. പക്ക ഒരു പണ്ട എന്റർടൈനർ പടമാണ് ഇത്. കണ്ടുകൊണ്ടിരിക്കുക. ലാസ്റ്റ് ക്ലൈമാക്സിൽ കപ്പസാമിന്റെ പേരൊക്കെ ഉണ്ട്. കാണാൻ ഭയങ്കര ത്രില്ലിംഗ് ആണ് ആ പടം. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും കുഴപ്പമില്ല, നന്നായി നമുക്ക് ഇന്ന് കാണാമെന്ന്. സൂര്യന്റെ കം ബാക്ക് ചിത്രം തന്നെയാണ് ഇത്. ഇപ്പോൾ പടം നല്ല ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ ആക്ടിംഗ് കുഴപ്പമില്ല, സൂപ്പറാണ്, അടിപൊളിയായിട്ടാണ് അഭിനയിച്ചിരുന്നത്. മാക്സിമം ഞാൻ ഈ കമന്റ്സ് ഇടുന്നത്, ഞാൻ ആ പടം നേരത്തെ തിയേറ്ററിൽ പോയി കണ്ടുവരുന്നതുകൊണ്ടാണ് ഞാൻ ഈ കമന്റ് ഇടുന്നത്. കോടതിയിൽ നടക്കുന്ന പശ്ചാത്തലം, അവിടെ നടക്കുന്ന കേസ്, അതായത് ഫസ്റ്റ് എൻട്രിയിൽ ഇംഗ്ലണ്ടിലെ സ്വർണം പോയിട്ട് അത് കള്ളന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോകും. അപ്പോൾ ആ പണം ആ സ്വർണത്തിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോകും. അത് അവിടെ നിന്ന് ലഭിക്കും. പക്ഷെ അത് നിയമം വഴി കരസ്ഥമാക്കാനുള്ള ഒരു പോരാട്ടമാണ് ഈ സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇംഗ്ലണ്ട് കേസ് കൊടുക്കുമ്പോൾ വക്കീലില്ല, ആ വക്കീൽ ചതിക്കും. ചതിക്കും. ആ വില്ലനാണ് ആദ്യ ബാലാജി എന്ന് പറയുന്നത്. കാരണം അതിൽ നടക്കുന്ന ഭയങ്കര. ഇപ്പോൾ ഈ സിനിമ കണ്ടിട്ട് മാക്സിമം എല്ലാവർക്കും എൻ്റെ ഈ കമന്റ് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. എന്നിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതേമാതിരി ഒരുപാട് മൂവി പോകുമ്പോൾ അതിൻ്റെ തൊഴിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ദീപൻ ഞാൻ ഇപ്പോൾ പറഞ്ഞതിനെ ക്ഷമിക്കാം. എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സിനിമയാണ് കറുപ്പ് എന്ന് പറയുന്നത്.